സാധാരണ നമ്മൾ ചെമ്മീൻ മജ്ബൂസ് ഉണ്ടാക്കുമ്പോൾ ആ റൈസിലേക്ക് ആ ചെമ്മീൻ്റെ ഫ്ലേവറൊക്കെ പിടിച്ചിട്ട് ചെമ്മീൻ ഒരു ടേസ്റ്റും തോന്നാറില്ല. എന്നാൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഒട്ടും ഫ്ലേവർ പോവാതെ ഒരു ചെമ്മീൻ മജ്ബൂസ് ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ കഴുകി ക്ലീൻ ആക്കി വെച്ചിട്ടുള്ള ചെമ്മീനിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് ജിഞ്ചർ പേസ്റ്റും ആവശ്യത്തിന് സാൾട്ടും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഒരു പാൻ വെച്ചിട്ട് നമുക്ക് ആ ചെമ്മീൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇനി നമ്മൾ മജ്ബൂസ് ഉണ്ടാക്കാനായിട്ട് മറ്റൊരു പാൻ വെച്ച് കൊടുത്തിട്ട് നമ്മൾ അതിലേക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്ത് ആ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മളതിലേക്ക് ഓൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മളിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. കുറച്ച് സാൾട്ടും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് സോട്ടാക്കി എടുക്കാം. ഇനി സവാള ഒന്ന് സോട്ടായി വന്നാൽ നമ്മളിതിലേക്ക് ടൊമാറ്റോ, ക്യാപ്സിക്കം, പിന്നെ എരിവിനനുസരിച്ചുള്ള പച്ചമുളകും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ മജ്ബൂസ് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് എന്നുള്ള രീതിയിലാണ് കേട്ടോ വെള്ളം ചേർത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഉപ്പ് ഇതിനാവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മളിതിലേക്ക് റൈസ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി റൈസ് ഇട്ടിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മളിതിലേക്ക് ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കുക. ചെമ്മീൻ നമ്മൾ ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാലുണ്ടല്ലോ നമ്മളെ ചെമ്മീനിലെ ആ ഒരു ഫ്ലേവർ ഒന്നും അധികം പോയി പോകില്ല. നമ്മളെ റൈസിനും കറക്റ്റ് ഫ്ലേവർ കിട്ടുകയും ചെയ്യും. ഇനി അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ്സ് ഒക്കെ വെച്ചാൽ മതിയോ. അപ്പം നമ്മളെ ചെമ്മീൻ മജ്ബൂസ് ഇത് അടിപൊളിയായിട്ട് ഇവിടെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളിനി ഉണ്ടാക്കുമ്പോൾ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കൂ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.